ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് 5 ആണ് ഇന്നലെ റിലീസായത്. എപ്പിസോഡ് 5 കാര്യമായിട്ടൊന്നും അധികം നടന്നിട്ടില്ല. ആക്ച്വലി എപ്പിസോഡ് 4 നടന്ന ഡാൻസ് ഓഫ് ഫയറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ബാക്കി കാണിക്കുന്നത് ഇതിൽ. അതുകൊണ്ട് ഒരു തണുത്ത ഒരു എപ്പിസോഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കഴിഞ്ഞ എപ്പിസോഡിൽ എന്തൊക്കെ നടന്നതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിൽ അതിൽ ഇപ്പോൾ മേലീസ് പറഞ്ഞ ഡ്രാഗണിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തല വെട്ടി ക്രിസ്റ്റ്യൻ കോൾ കിങ്സ് ലാൻഡിങ് കൂടെ പ്രൊസഷൻ നടത്തി കൊണ്ടുവന്നതായിട്ടാണ് കാണിച്ചത്. ക്രിസ്റ്റ്യൻ കോൾ വിചാരിച്ചു അത് ഒരു സക്സസ് വിക്ടറിയുടെ ഒരു സിമ്പിളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടുത്തെ ജനങ്ങളത് കൺസിഡർ ചെയ്തേക്കുന്നത് ഒരു ബാഡ് ഓമനായിട്ടാണ്. അങ്ങനെ ഡ്രാഗൺസും ഗോഡ്സായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഒരു ഗോഡിനും ഇങ്ങനത്തെ അവസ്ഥ വരൂ എന്ന് ചിന്തയിലായിരുന്നു അവരുടെ. അതൊരു ബാഡ് ഓമനായിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് നെഗറ്റീവ് എഫക്റ്റാണ് കിട്ടിയത്. പിന്നെ നമ്മുടെ ഏഗൺ രാജാവാണെങ്കിൽ നല്ല പരിക്ക് പറ്റിയേക്കായിരുന്നു. ആൾ മറ്റേ വിലയൻ സ്റ്റീലിൻ്റെ ആർമർ ഇട്ടിട്ടാണ് യുദ്ധത്തിന് പോയത്. അപ്പോൾ ഈ ഫയർ കൊണ്ടിട്ട് അത് പൊള്ളി തൊലിയുമ്പോൾ ഒട്ടി പിടിച്ച് ആ തൊലിയിൽ നിന്ന് പറിച്ചെടുത്തിട്ടൊക്കെയാണ് ആളെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. കാലൊടിഞ്ഞു, അങ്ങനെ പല പല ശരിക്കും പിന്നെ ആളൊരു കോമ സ്റ്റേറ്റിലേക്ക് എത്തി എന്നാണ് അവർ പറയുന്നത്. പിന്നെ ആളുടെ ഡ്രാഗണും മരിച്ചതായിട്ടാണ് അതിൽ പറയപ്പെടുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അതിന് വേണ്ടിയിട്ട്. രാജാവില്ലാത്ത ആ സിറ്റുവേഷനിൽ ആര് ഭരിക്കും എന്നുള്ള ചർച്ച വന്നപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്തത് ഏമൺ ഭരിക്കണം എന്നാണ്. പക്ഷേ ആലിസണ്ട് ഭരിക്കാം എന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും തൻ്റെ ഹസ്ബൻഡ് വയ്യാതിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിയാണ് അത് ഭരിച്ചിരുന്നത്. അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ സജസ്റ്റ് ചെയ്തെങ്കിലും ബാക്കി എല്ലാവരും ഏമണിനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നീട് ക്രിസ്റ്റ്യൻ കോളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് നീ എന്നെ റെക്കമെൻഡ് ചെയ്തില്ലെന്ന് ആലിസൺ ചോദിക്കുമ്പോൾ പറയുന്നത് അവിടെ യുദ്ധത്തിൽ എന്താ നടന്നതെന്ന് നിങ്ങൾ കാണണം, ആൾക്കാർ വെന്ത് ചാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരുടെയിലാണ് ഏറ്റവും വലിയ ഡ്രാഗൺ ആരുള്ള ആൾ ഭരിക്കുന്നതാണ് എപ്പോഴും നല്ലത്, ആൾക്കാർക്ക് അതായിരിക്കും ഇഷ്ടമാവുക എന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്റ്റ്യൻ കോൾ അന്നത്തെ ആ യുദ്ധത്തിൻ്റെ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് ആലിസണിനെ ഇഷ്ടമുണ്ടെങ്കിലും ഏമണിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കിങ്സ് ലാൻഡിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുറത്തേക്ക് കാര്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ പോവർട്ടിയും കാര്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏമൺ ആദ്യം ഓർഡർ ചെയ്യുന്നത് റാറ്റ് കാച്ചേഴ്സിന് ഹാങ് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ വെട്ടി താഴെയിടാൻ പറഞ്ഞു. പിന്നെ ഗേറ്റ് അടച്ചിടാൻ പറഞ്ഞു. ഗേറ്റ് അടച്ചിട്ട് ആരെയും പുറത്തേക്ക് വിടേണ്ട, എല്ലാവരും ചെക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഭാഗത്തേക്കും ആൾക്കാരെ ഗേറ്റ് ചെയ്യാൻ മതി എന്നാണ് ഏമൺ ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഹ്യൂ ഹമ്മർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ബ്ലഡും ഒരു റോയൽ ബ്ലഡാന്നൊക്കെ പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മോള് വയ്യാതിരിക്കുകയായിരുന്നു. മോളെ കൊണ്ട് ആൾ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഗേറ്റ് അടച്ചുകൊണ്ട് പോകാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. റെനേറിയ തൻ്റെ മക്കളെ കൂട്ടി വിട്ട് ഒരു കാസലിലേക്ക് വിടുന്നുണ്ട്. അവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നത് ജെയിനി ആരനാണ്. പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്ക് ഡ്രാഗൺസിന് വേണം, എന്നാലും ഞാൻ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഡ്രാഗന് പകരം എഗ്സ് ആയിട്ടാണ് പോയിരിക്കുന്നത്. പുള്ളിക്കാരി അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് ഫുൾ ഗ്രോൺ ഡ്രാഗൺസിനെ വേണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ ഫുൾ ഗ്രോൺ ഡ്രാഗന് പകരം 2 എഗ്സ് ആണ് കൊണ്ടുവന്നത്, നിങ്ങൾക്ക് 2 ഡ്രാഗനാണ് കിട്ടാൻ പോകണമെന്ന് പറയും. പക്ഷേ പുള്ളിക്കാരി അതോട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതിനുള്ള സമയമില്ല എന്നാണ് പറയുന്നത്. ഡ്രാഗൺ വിരിഞ്ഞ് വലുതാവാനുള്ള സമയമില്ല, എനിക്ക് അത്യാവശ്യമാണെന്ന രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. സ്റ്റിൽ പുള്ളിക്കാരി അവരെ ടേക്ക് കെയർ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. വേറെ സിറ്റുവേഷനിൽ ജെയ്സ് റെനേറിയയുടെ മോൻ ട്വിൻസ് ദ ഫ്രേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവരുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ റെനേറിയയ്ക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് ഹാൻഡ് ഹെൽപ്പ് വേണമെന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ മെസ്സേരിയ നമ്മുടെ റെനേറിയയുടെ മെയ്ഡിനെ സ്പൈ ആയിട്ട് കിങ്സ് ലാൻഡിങ്ങിൽ വിടുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഉടായ്പ ഒപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഡെയ്മൺ ഇവിടെ ഹാരൻഹെല്ല് പറയുന്നുണ്ട് ഞാൻ എന്നെ തന്നെ കിങ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഞാനും ക്വീനും കൂടിയിട്ടായിരിക്കും ഭരിക്കാൻ പോകുന്നത്, ക്വീൻ എൻ്റെ കൂടെ സൈഡിലിരുന്നായിരിക്കും ഭരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് ആളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആൾ കിങ് ആവും, ആളുടെ കൂടെ റെനേറിയും ക്വീനായിട്ട് ഭരിക്കും എന്നാണ്. അല്ലാതെ ക്വീനിനെ മാത്രമായിട്ടല്ല മുന്നോട്ട് വയ്ക്കുന്നത്, ആൾ കിങ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് അതിൽ വ്യക്തമായിട്ട് അയാൾ പറയുന്നുണ്ട്. പിന്നെ ആൾ ബ്ലാക്ക്ഹുഡ്സിൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവരെ അടിച്ചമർത്തി സമ്മതിപ്പിക്കണം എന്ന രീതിയിൽ ക്വീനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റെനേറിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ അത് റിവർലാൻഡിൻ്റെ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവരുടെ ആ ക്രൂരമായ പ്രവർത്തിയിൽ നിന്ന്. പിന്നെ നമ്മുടെ ഡെയ്മണിന് കുറേ സ്വപ്നങ്ങളും കാണുന്നുണ്ട്. സ്വപ്നം അത് മറ്റേ വിച്ചിൻ്റെ ആ ഒരു ലേഡീനെ കാണിക്കുന്ന ആ പുള്ളിക്കാരിയുടെ ഇത് വെച്ചിട്ടുണ്ടാവുന്നതാണെന്ന് അറിയില്ല. കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഈവൻ അമ്മയായിട്ടുള്ള ബെഡ്റൂം സീൻസൊക്കെ കാണിക്കുന്നുണ്ട് അവരുടെ സ്വപ്നത്തിൽ. അത് കുറച്ച് വേഡായിട്ട് തോന്നി. അതിൻ്റെ ഇടയിൽ റെനേറിയ ബെല്ല ടാർഗേറിയനെ വിടുന്നുണ്ട് നമ്മുടെ കോർലിസ് വെലോറിയനെ ഹാൻഡ് ഓഫ് ദി കിങ് ആക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയുടെ. അതങ്ങനെ റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അപ്പോൾ ആളത് ആക്സെപ്റ്റ് ചെയ്യും എന്ന് തോന്നുന്നു. അതേപോലത്തെ രീതിയിലാണ് ആ സീൻ കാണിക്കുന്നത്.
ഏറ്റവും അവസാനം റെനേറിയും ജെഹാരിയസും തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ട്. അത് അടിപൊളി ഡിസ്കഷനാണ്. അവർ പറയുന്നത് നമ്മുടെ കയ്യിൽ ഡ്രാഗൺസ് ഉണ്ട്, പക്ഷേ റൈഡേഴ്സാണ് ഇല്ലാത്തത്. ഇപ്പോൾ നല്ല റൈഡേഴ്സിനെ കണ്ടുപിടിക്കാൻ നമ്മുടെ ടാർഗേറിയൻസ് അധികം ഇല്ല നമ്മുടെ കയ്യിൽ. പക്ഷേ ഈ ടാർഗേറിയൻസും മറ്റു ആൾക്കാരായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അവരുടെ പിള്ളേരും അവർക്ക് ബ്ലഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു ഫാമിലിക്ക് കെട്ടിച്ചു കൊടുത്ത ആൾക്കാരുണ്ടാവും. അവരൊക്കെ ടാർഗേറിയൻ ബ്ലഡ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് ഡ്രാഗൺസിനെ റൈഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗൺസ് കൂടുതലും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. അതിന് വേണ്ടിയിട്ട് അവരുടെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ആരൊക്കെ ഏതൊക്കെ ആൾക്കാരായിട്ട് കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഹൗസസിലേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ക്ലൈമാക്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനിയും നല്ല രസകരമായ സീൻസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.